മക്കളെ, സുഭാഷ് സാറാണ്. നമ്മളിന്ന് SSLC കുട്ടികൾക്ക് വേണ്ടിയുള്ള അടിപൊളിയായിട്ടുള്ളൊരു ക്ലാസ്സാണ്. നമ്മൾ ഓൾറെഡി തന്നെ 2 ക്ലാസ്സുകൾ ഈ വർഷം SSLCക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം നമ്മുടെ ഇൻട്രൊഡക്ഷനും രണ്ടാമത്തേത് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സ്റ്റാർട്ടിങ്ങുമാണ്. എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടേക്കണം. മാക്സിമം നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അതിനുള്ളിൽ നിങ്ങൾക്ക് തന്നേക്കുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ നിന്നൊരു 1-2 ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ആർക്ക് കണ്ടാലും മനസ്സിലാവുന്ന രീതിയിൽ കൂടെ ഉള്ളതാണ് തരാൻ പോകുന്നത്. അങ്ങോട്ട് എഴുതിയേക്കണം. ബുക്കിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ പിന്നെ മറക്കത്തില്ല. നിങ്ങൾ ചുമ്മാതെ കണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായാലും 2 ദിവസത്തിനുള്ളിൽ പുകയായിട്ട് അതങ്ങ് പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് പോകാതിരിക്കാൻ ബുക്കിലോട്ട് അങ്ങോട്ട് തകർത്തേക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അടിപൊളിയായിട്ട് മാത്സിന് ഫുൾ മാർക്ക് വളരെ എളുപ്പത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെന്നല്ല, നിങ്ങൾക്ക് വലിയ കഷ്ടപ്പാടില്ലാതെ ടെൻഷൻ ഇല്ലാതെ സ്ട്രെസ് ഇല്ലാതെ ഫുൾ മാർക്കിൽ എത്തിക്കുന്ന രീതിക്കുള്ള ക്ലാസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് തരും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പാക്കേജുകൾ തരും, പിന്നെ ഓരോ എക്സാമിനും അതിൻ്റേതായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം തന്ന് പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ ഒരു പേടിയില്ലാതെ പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചേര്. എളുപ്പം, നിങ്ങൾക്കില്ലാത്തൊരു സംഭവമാണ്. ക്വസ്റ്റ്യൻ വായിക്കത്തില്ല, ടീച്ചേഴ്സ് വായിക്കും, അതിനെക്കുറിച്ചൊന്ന് പറയും, ബാക്കിയെല്ലാം മനസ്സിലാവും. അപ്പോൾ നമ്മളിരിക്കുമ്പോൾ വളരെ ഈസിയാണ്. എക്സാമിനേഷൻ എത്തുമ്പോൾ ഇതൊന്നും നടക്കത്തില്ല, തന്നെ ഇരുന്ന് അവിടെ നിന്ന് വേർക്കും. അതുകൊണ്ട് ആ വേർക്കാതിരിക്കാൻ മീൻസ് അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഒന്ന് ഫുൾ വായിക്കുക. ഓക്കെ, റൈറ്റ്. 3 അരിത്തമെറ്റിക് സീക്വൻസസ്, 3 അരിത്തമെറ്റിക് സീക്വൻസുകൾ എഴുതണം വിത്ത് 30 ആസ് സം ഓഫ് ദ ഫസ്റ്റ് 5 ടൈംസ്. ഇതിലൊക്കെ മനസ്സിലായില്ലയോ? ചിലർക്ക് ഫുള്ളും മനസ്സിലായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ 3 അരിത്തമെറ്റിക് സീക്വൻസുകൾ എഴുതണം, സമാന്തര ശ്രേണികൾ എഴുതാം. അതിനെന്നായില്ലയോ? എഴുതുന്നതിന് 3 or 4 ഒക്കെ എഴുതാം. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എത്ര ടൈംസ് വേണം? 5 ടൈംസ്, 5 പദങ്ങൾ. ഓക്കെ, then ഇങ്ങനെ 1 2 3 4 5 ഇതൊരെണ്ണം. ഓക്കെ, അടുത്ത 2, അതും എത്ര ടൈംസാണ്? 5 എണ്ണം. ഓക്കെ, അടുത്ത എത്ര ടൈംസാണ്? 5 ടൈംസ്. ഇങ്ങനെ 3 എണ്ണം എഴുതണം കേട്ടോ. 3 അരിത്തമെറ്റിക് സീക്വൻസുകൾ 5 ടൈംസ് വീതമുള്ളത്. എല്ലാത്തിൻ്റെ പ്രത്യേകത എന്താ മോനെ? എല്ലാം കൂടെ കൂട്ടിയാൽ 30 ആയിരിക്കണം. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 30 ആയിരിക്കണം തുക. ഇപ്പം കിട്ടും. അപ്പം അതിന് വേണ്ടി ചെയ്യേണ്ട വഴി, നമുക്ക് എത്ര മോനെ സം വരേണ്ടത്? 30. എത്ര ടൈംസുകളുടേത്? 5. അങ്ങനെയാണെങ്കിൽ 30നെ ചുമ്മാതെ ഒരു കാര്യമില്ല മോനെ, ചുമ്മാ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടി? 6 കിട്ടി അല്ലേ? ഇവനാ നമ്മുടെ താരം 6. ഓക്കെ, 6നെ പിടിച്ചുകൊണ്ട് നടുക്കോട്ട് എഴുതണം. ഉണ്ടോ? 2 പേരെ വിട്ട് നടുക്കോട്ട് ആരെ എഴുതണം? 6. ഇത്രയും ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ ബാക്കി അങ്ങോട്ട് ടേംസുകളെ അപ്പുറം ഇപ്പുറം ഫില്ല് ചെയ്യാൻ വളരെ ഈസിയാണ്, വളരെ. അപ്പോൾ എന്താ ചെയ്യുന്നത് കേട്ടോണേ. നിങ്ങൾ 1 കൂട്ടി ഇവിടോട്ട് എഴുതുക 7, ഒന്നുകൂടെ കൂട്ടിക്കോ 8. അപ്പോൾ 6 7 8. ഇങ്ങോട്ട് കുറച്ചോ മോനെ? 1 കുറച്ചോ 5 4 കിട്ടി മോനെ. 4 5 6 7 8 ഒന്നാമത്തെ സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസായി. എല്ലാം കൂടെ കൂട്ടി നോക്കിക്കോ, ഉറപ്പായിട്ട് 30 ആയിരിക്കും. ഓക്കെ, നോക്കാം. നമുക്കിവിടെ 6 4 കൂട്ടി എത്ര മോനെ? 10 ആണ് അല്ലേ? 7 8 എത്ര? 15. ഈ 5 കൂടെ ചേരുമ്പോൾ 20 ഇവർ 3 പേരും അല്ലേ? ഇപ്പോൾ 20ഉം 10ഉം എല്ലാം കൂടെ ചേരുമ്പോൾ 30. അപ്പോൾ ഒരെണ്ണത്തിനായി നമുക്ക് 3 എണ്ണം വേണം. അപ്പം കിട്ടും. രണ്ടാമത് ചെയ്യാൻ ഈ 6നെ തന്നെ നടുക്ക് ഇങ്ങോട്ട് എഴുതുക. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ എത്ര മോനെ കൂട്ടി പോയത്? 1. 2 കൂട്ട്, 2 കൂട്ടിക്കോ. 6 2 8, 8 2 10. അപ്പോൾ 2 കൂട്ടി, 2 കുറച്ചോ 4 2 കഴിഞ്ഞു. 2 4 6 8 10 എല്ലാം കൂടെ കൂട്ടിയ 30. നോക്കാം. 6 4 10, 2 8 10, പിന്നെ ഒരു 10 30. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണല്ലോ ഇല്ലയോ? മനസ്സിലായല്ലോ? ശരി, ഇനി നമുക്ക് ഒന്നുകൂടെ. അപ്പോൾ ഇപ്പോൾ നിങ്ങളെല്ലാം പഠിച്ച് കാണില്ലേ? അടുത്ത പണി എന്താണ്? അത്രേ ഉള്ളൂ. എന്തായിരിക്കും? നടുക്കോട്ട് 6നെ എഴുതുക. ഇപ്പോൾ 2 വെച്ച് കൂട്ടി 3 വെച്ച് കൂട്ടിക്കോ. 3 വെച്ച് കൂട്ടുമ്പോൾ 6 3 9, 9 3 12, കുറയ്ക്കുമ്പോൾ 3 0. ദാറ്റ്സ് ഓൾ. തീർന്നു. എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് നോക്കാം. 6 3 9, 9 9 18, 18 12 30. ക്ലിയറായി അല്ലേ? അപ്പോൾ ഇതിനൊരു വഴി നിങ്ങൾക്ക് എന്തായി? മനസ്സിലായി. 5 പദങ്ങൾ തന്നേക്കുന്ന തുക 30. അങ്ങനെയാണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ഇനി നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും എഴുതാം. ഞാൻ 3 എണ്ണം കാണിച്ചു. നെക്സ്റ്റ്, ഈ ചോദ്യവും അതേപോലെയാണ്,
ബട്ട് ഇത്തിരി വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്ന് നോക്കിക്കേ. റൈറ്റ്, എത്രയാണ്? 4 അരിത്തമെറ്റിക് സീക്വൻസ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ 3 മതി, ഇവിടെ 4. അതൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, ബട്ട് എന്താ നോക്കിക്കേ, 100 ആസ് ദ സം ഓഫ് 4 ടൈംസ്. മറ്റേത് എത്രയായിരുന്നു? 5 ടൈംസ് ആണെങ്കിൽ ഇവിടെ എത്ര? 4 ടൈംസ്. 4 ടൈംസുകളെ കൂട്ടുമ്പോൾ, പദങ്ങൾ കൂട്ടുമ്പോൾ 100 കിട്ടണം. 4 സീക്വൻസുകളെ എഴുതണം. അതൊന്നും ഒരു വിഷയമല്ല, നമുക്ക് എഴുതാം. ഓക്കെ, 1 എഴുതണം. അപ്പോൾ നോക്കിയേ, 1 2 3 4 2 1 2 3 4. പിന്നെയും 3 1 2 3 4 4 1 2 3 4. 4 പേരെ അങ്ങോട്ട് അടിപൊളിയായിട്ട് എഴുതാമാണ്. നിങ്ങളും അടിപൊളിയായിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസത്തിലെ പോലെ, കഴിഞ്ഞ ദിവസത്തിൽ എന്താ നമ്മൾ ചെയ്തത്? 30നെ 5 കൊണ്ട് ഹരിച്ചു, 5 പദങ്ങൾ. ഇവിടെ 100നെ 4 കൊണ്ട് ഹരിക്കണം. ശരിയല്ലേ? എത്ര? 4 ടൈംസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ 100നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എത്ര വേണ്ടി ഡിവൈഡ് ചെയ്യുമ്പോൾ? 25. കഴിഞ്ഞ ദിവസം നമുക്ക് 6 എന്നാണ് കിട്ടിയത്. 6നെ നടുക്കോട്ട് എഴുതി ചെയ്തു. ഇവിടെ നടുക്കോട്ട് എഴുതാൻ പറ്റുമോ മോനെ? എന്തുകൊണ്ടാണ് നടുക്കോട്ട് എഴുതാൻ പറ്റാത്തത്? നടുക്കോട്ട് എഴുതാൻ പറ്റാത്തത് ഇവിടെ നടുക്കായിട്ട് ഒരാളെ കിട്ടുന്നത്. 4 പേരായതുകൊണ്ട് നടുക്ക് ഒരാളെ കിട്ടുമോ? പക്ഷെ 5 പേരാണെങ്കിൽ നടുക്ക് ഒരാളുണ്ട് അല്ലേ? പക്ഷെ 4 പേരാണെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ സീക്വൻസ് എഴുതാൻ നമുക്ക് എത്ര പോലെ കിട്ടിയത്? 25 അല്ലയോ? നമ്മൾ ചെയ്യേണ്ടത് 1 കുറയ്ക്കുക, 1 കൂട്ടുക. എന്താണ്? 1 കുറയ്ക്കുക, 1 കൂട്ടുക 25ൽ നിന്നും. അപ്പോൾ നോക്കിക്കേ, 1 കുറയ്ക്കുമ്പോൾ എത്ര മോനെ? 24. 1 കൂട്ടിയാൽ എത്ര? 26. അവനെ പിടിച്ച് ഈ 2 പേരെ നടുക്ക് കിടക്കുന്ന 2 അടുത്തായിട്ട് എഴുതണം. 25 എഴുതരുത്, 25 എഴുതാം. നമുക്ക് ആ മെത്തേഡ് വേണ്ട. ഇതാകുമ്പോൾ എല്ലാവരും എഴുതാനുള്ള അടിപൊളി മെത്തേഡ് കിട്ടും. ഓക്കെ, അപ്പോൾ 24 കിട്ടി, 26 കിട്ടി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് കേട്ടോളാം. ഇപ്പോൾ 24 26, അങ്ങനെയാണെങ്കിൽ അടുത്ത് 28, അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് 22, 22 കുറഞ്ഞു. അത്രേ ഉള്ളൂ, കിട്ടി, തീർന്നു കേട്ടോ. എല്ലാവരും കൂട്ടി നോക്കിക്കോ. 22ഉം 28ഉം 50, 24ഉം 26ഉം 50, 50 50ഉം 100. 4 പേരെ കൂട്ടിയപ്പോൾ 100. ഇനി രണ്ടാമത്തെ എഴുതാൻ നമ്മൾ ചെയ്യേണ്ടത് പിന്നെയും 25 നടുക്ക് കിട്ടി, അത് അങ്ങോട്ട് എഴുതിയ ശേഷം ഇപ്പം നമ്മൾ 1 കുറച്ചു, 1 കൂട്ടി, 2 കുറച്ചു, 2 കൂട്ടണം, 2 കുറയ്ക്കണം, 2 കൂട്ടണം. അപ്പോൾ 25 2 പോയാൽ 23 അല്ലേ? 22 കൂട്ടിയാൽ 27. അവനെ പിടിച്ച് 2 അടുത്തായിട്ട് നടുക്കോട്ടം കൊണ്ട് എഴുതണം. 23ഉം 27. അപ്പോൾ 4ൻ്റെ വ്യത്യാസം വന്നിട്ടില്ലേ? 4. അപ്പോൾ 4 കൂട്ടി അങ്ങോട്ട് എഴുതണം. 27 4ഉം 31. 23ന് 4 കുറഞ്ഞ് 19. ഇപ്പം കണ്ട 19 23 27 31 എല്ലാം കൂടെ കൂട്ടിയാൽ 100 വരുന്നില്ലേ മോനെ? ഇത് 50ആണ്, ഇത് 50, രണ്ടുകൂടെ ചേരുമ്പോൾ 100ആയി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആളെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? പിന്നെയും 25 എഴുതുക. ഇപ്പം നമ്മൾ എത്ര? 2 വെച്ചല്ലേ കുറച്ചത്? 3 വെച്ച് കുറയ്ക്കണം. -3 +3, 25 3 പോയാൽ 22, കൂട്ടിയാൽ 28. അപ്പം നടുക്കോട്ട് 22ഉം 28ഉം വ്യത്യാസം 6. അപ്പോൾ 6 കൂട്ടി എഴുതുമ്പോൾ 28ഉം 6ഉം 34. 22ൽ നിന്ന് 6 കുറഞ്ഞാൽ 16. അപ്പോൾ 16 6 22 6 28 6 34. ക്ലിയർ, ക്ലീൻ. അടുത്തത് നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യാൻ തന്നേക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അടിപൊളിയായിട്ടുള്ള 2 ചോദ്യങ്ങൾ, നല്ല മെത്തേഡ്, ആർക്കും മനസ്സിലായി കാണും എന്ന് എൻ്റെ വിശ്വാസമാണ്. ശരിയാണല്ലേ? മനസ്സിലായല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കാണുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം കുട്ടികൾക്ക് പല ക്ലാസ്സുകളും കാണുന്നതാണ്. മനസ്സിലാവുന്നതിനെ അവർ സെലക്ട് ചെയ്തോട്ടെ, നമ്മുടെ ഒരു ഓപ്ഷനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക. ക്ലാസ് ഗ്രൂപ്പ്, സ്കൂൾ ഗ്രൂപ്പ്, ഓക്കെ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ടേക്കണം, മറന്നു പോവാതെ. നിങ്ങളുടെ എക്സാം വരെ നമ്മൾ കൂടെ ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് കിട്ടാനുള്ള എല്ലാ വഴിയും കിട്ടുകയും ചെയ്യും. ഗുഡ് ബൈ.